ഇന്ന് മാർച്ച് 2 ഇന്ന് അർദ്ധരാത്രിയും വരും ദിവസങ്ങളിലുമായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന 8ഓളം സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഇന്ന് അർദ്ധരാത്രി റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒരു ചിത്രമാണ് ഇന്ന് അർദ്ധരാത്രി റിലീസ് ചെയ്യാൻ പോകുന്നത്. മകിഴ് തിരുമേനിയുടെ ഡയറക്ഷനിൽ റീസെന്റ് തിയേറ്ററുകളിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന വിടാമുയർച്ചി എന്ന് പറയുന്ന ചിത്രമാണിത്. അജിത്ത്, തൃഷ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഈ ആക്ഷൻ ത്രില്ലർ സിനിമ മാർച്ച് 3 അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയി തുടങ്ങും. റിലീസ് ആകുമ്പോഴത്തേക്ക് പാൻഡ്യ ലാംഗ്വേജിലും കൂടിയാണ് റിലീസ് ആകുന്നത്. ഇനി വരും ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സ് നോക്കാം. അതിലെ ആദ്യത്തെ ചിത്രം എന്നുള്ളത് തണ്ടൽ എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രമാണ്. ഒരു റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന ഈ ഒരു ചിത്രത്തിനുള്ളിൽ നാഗചൈതന്യ അതുപോലെ തന്നെ സായി പല്ലവി തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന 7-ാം തീയതി തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങിയ എല്ലാ ലാംഗ്വേജസിലും അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതായി ഒരു റൊമാൻറ്റിക് ഡ്രാമ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. നദാനിയൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഇബ്രാഹിം അലി ഖാൻ, ഖുഷി കപൂർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രവും നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന 7-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ബാപ്പു എന്ന് പറയുന്ന തെലുങ്ക് കോമഡി ഡ്രാമ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ വരുന്ന മാർച്ച് 7-ന് റിലീസാകും. മോന 2 എന്ന് പറയുന്ന അമേരിക്കൻ ആനിമേറ്റഡ് അഡ്വഞ്ചർ സിനിമയുടെ അപ്ഡേറ്റ് ആണ് അടുത്തതായിട്ട്. ഈ ഒരു ചിത്രം മാർച്ച് 12-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസാകുന്നതാണ്. നികിത ദത്ത അതുപോലെ തന്നെ രഞ്ജിത് സിംഗ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഒരു സീരീസിന്റെ അപ്ഡേറ്റ് ആണ് അടുത്തതായിട്ട്. ദ വർക്കിംഗ് ഓഫ് എ നേഷൻ എന്നുള്ളതാണ് ചിത്രത്തിന്റെ പേരെന്നുള്ളത്. ഒരു ലീഗൽ ഡ്രാമ ത്രില്ലർ ജോണറിൽ വരുന്ന ഈ ഒരു സീരീസ് മാർച്ച് 7-ാം തീയതി സോണി ലീവിലൂടെ അവൈലബിൾ ആയി തുടങ്ങും. റിലീസ് ആകുമ്പോൾ പാൻഡ്യൻ ലാംഗ്വേജസിൽ തന്നെ പ്രതീക്ഷിക്കാം. അടുത്തതായി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ക്രൈം മിസ്റ്ററി ത്രില്ലർ ജോണറിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് ജോഫിൻ ടി ചാക്കോയാണ്. ആസിഫ് അലി, അനശ്വര രാജൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രം മാർച്ച് 7-ാം തീയതി സോണി ലീവിലൂടെ അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതായി ഒരു ബ്രിട്ടീഷ് റൊമാൻറ്റിക് കോമഡി ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. പേരെന്നുള്ളത് പിക്ചർ ദീസ് എന്നുള്ളതാണ്. ഈ ഒരു സിനിമ ഈ വരുന്ന 6-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതായി ഈ ഒരു മാസം അവസാനത്തോടുകൂടി OTTയിൽ റിലീസ് ആകാൻ പോകുന്ന ഒരു അമേരിക്കൻ മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. ഹോളണ്ട് എന്നാണ് ചിത്രത്തിന്റെ പേരെന്നുള്ളത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലൂടെ മാർച്ച് 27-ാം തീയതി റിലീസ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സിനിമകളാണ് മെയിനായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.